സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലടക്കം അന്വേഷിക്കാനുള്ള സംഘം അതിന്റെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. വി അരുൺ തിരുവനന്തപുരത്തുണ്ട്. അരുണ്, എന്തൊക്കെയാകും? നമുക്കറിയാം 4 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമാണ്. പോലീസ് കമ്മീഷണർ അടക്കം ഇത് ലീഡ് ചെയ്യുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വെക്കണം. പ്രധാനമായും എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകണം. അത് ഇന്നുണ്ടാകുമെന്ന് കരുതാമോ? ഏതൊക്കെ തരത്തിലാകും ഇവരുടെ നീക്കം? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ യോഗമാണ് പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞിരുന്നത് ഈ തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥർ മാത്രമാകും യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുക, മറ്റുള്ളവർ ഓൺലൈനായി പങ്കെടുക്കുന്നത്. പക്ഷേ ഏതാണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ നേരിട്ട് എത്തിയിട്ടുണ്ട്. 4 വനിതാ IPS ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ഇവിടെ നേരിട്ട് എത്തിയിട്ടുണ്ട്. ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സംസ്ഥാന പോലീസ് മേധാവി പങ്കെടുക്കുന്നു, ഇന്റലിജൻസ് ADG പങ്കെടുക്കുന്നു, അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നു. ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുക ഏത് തരത്തിലേക്കാണ് അന്വേഷണം കൊണ്ടുപോകേണ്ടത്. സ്വാഭാവികമായും നിലവിൽ ലഭിച്ച പരാതികളുണ്ട്. ഒരു കേസിൽ FIR ഇട്ടു. നിരവധി പരാതികൾ, ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പുറത്തുവരുന്നു. ഈ പരാതി ലഭിച്ചതിൽ മാത്രമാകുമോ അന്വേഷണം, അല്ലെങ്കിൽ ഈ മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്ന നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കും. അതാകും യോഗം പ്രധാനമായും ചെയ്യുക. നിലവിൽ ലഭിച്ച പരാതികളുണ്ട്. ബംഗാളി നടിയുടെ പരാതിയിലാണ് രഞ്ജിത്തിനെതിരെ, ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ആ നടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരെ നേരത്തെ പറഞ്ഞതാണ്, കേരളത്തിലേക്ക് വീണ്ടും വരിക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെയെങ്കിൽ അവർ ഉള്ള സ്ഥലത്ത് പോയി മൊഴി രേഖപ്പെടുത്തുമോ അല്ലെങ്കിൽ ഓൺലൈനായി മറ്റും അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരും. അത്തരം കാര്യങ്ങളാകും പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോവുക. മാത്രമല്ല, ആരെയൊക്കെ ഈ നിലവിൽ ലഭിച്ചിട്ടുള്ള പരാതികൾ പോലീസിന് നേരിട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള പരാതികളുണ്ടാകും. മുഖ്യമന്ത്രിക്കും മറ്റും വകുപ്പുകൾക്ക് ലഭിച്ചിട്ടുള്ള പരാതികളുണ്ടാകും. ആരോപണമായി വന്ന കാര്യങ്ങളുണ്ടാകും. അത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുക. അതിനുശേഷം മൊഴിയെടുക്കേണ്ടവരുടെ ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുക. സ്വാഭാവികമായും കൂടുതൽ പേർ പരാതിയുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നു. അത് ഒരുപക്ഷെ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചില WCC നേതൃത്വത്തിനുമൊക്കെ കൃത്യമായ ഇരകളുടെ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അവരെ പരാതിയുമായി മുന്നോട്ട് വരാനുള്ള ഒരു പ്രേരണ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. WCCയിൽ നിന്നും അതുപോലെ തന്നെ ഈ ഇരകൾക്കൊപ്പം ഈ നടിമാർക്കൊപ്പം സാങ്കേതിക വിദഗ്ധർക്കൊപ്പം നിലപാടെടുക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ അത്തരത്തിലൊരു ഇടപെടൽ കൂടി നടത്തുന്ന സൂചനകളും പുറത്തുനിന്ന്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർക്കെതിരെ വളരെ വ്യക്തമായ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതികൾ ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നു. അതെല്ലാം ലഭിച്ച ശേഷമാകും അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുക എന്ന കാര്യം തീരുമാനമാകുക. നിലവിൽ രഞ്ജിത്തിനെതിരെ മാത്രമാണ് കേസ്. പക്ഷേ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ തുറന്ന് വരുന്നത്. ഈ അന്വേഷണ സംഘത്തിന്റെ ഇന്നത്തെ യോഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏത് രീതിയിലാകും ഈ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം ഈ യോഗത്തിൽ തന്നെ ഉണ്ടാകും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ്. ഏതായാലും അന്വേഷണ സംഘത്തിന്റെ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. 4 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം, ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ സംഘത്തിന്റെ ഭാഗമാണ്. എന്തൊക്കെയാണ് ടേംസ് ഓഫ് റെഫറൻസ്, അത് എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.